വിവാദങ്ങൾക്കൊടുവിൽ രഞ്ജിത്തിന്റെ സിനിമ ലീല തിയേറ്ററുകളിൽ. പ്രൊഡ്യൂസർമാരുമായുള്ള തർക്കത്തിനിടയിൽ ലീല ഇന്റർനെറ്റിൽ മാത്രം പ്രദർശിപ്പിക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചിരുന്നത്. എന്നാൽ പിന്നീട് തർക്കങ്ങൾ അവസാനിപ്പിച്ച് തിയേറ്ററിലൂടെ ചിത്രം പ്രദർശിപ്പിക്കുകയായിരുന്നു. അതെ, ഉറങ്ങിയോ? ഇല്ല. എന്നാ പായും തലേനെ എടുത്തോണ്ട് ഇങ്ങോട്ട് വാ. പ്രതിസന്ധികളെല്ലാം തരണം ചെയ്ത് ലീല എന്ന സിനിമ തിയേറ്ററുകളിലെത്തി. സിനിമ എന്ന മാധ്യമത്തെ ആർക്കും തകർക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ തെളിവായാണ് ലീലയുടെ ഈ വിജയത്തെ സംവിധായകൻ രഞ്ജിത്ത് കാണുന്നത്. ഇത് ഒരു എഴുത്തുകാരൻ്റെയോ ഫിലിം മേക്കറിൻ്റെയോ ഒക്കെ ആത്മാവിഷ്കാരത്തിൻ്റെ, ഒരു നടൻ്റെയൊക്കെ പ്രശ്നമാണ്. അത് പ്രേക്ഷകനും അയാൾക്കും ഇടയിൽ മറ്റ് ഇടപെടലുകൾ നടത്തുവാൻ ആർക്കും തന്നെ അധികാരമില്ല എന്ന് വീണ്ടും അവരെ ബോധ്യപ്പെടുത്തിയിരിക്കുകയാണ് ലീല റിലീസ് ചെയ്തതോടുകൂടി. ലീലയുടെ ഷൂട്ടിംഗ് സമയത്ത് തൊഴിലാളികൾക്ക് വേതനം വർദ്ധിപ്പിച്ചു നൽകിയ രഞ്ജിത്തിന്റെ നടപടി പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനെ ചൊടിപ്പിച്ചു. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ സിനിമയുടെ ഷൂട്ടിംഗ് തടയാൻ ശ്രമിച്ചെങ്കിലും അത് നടന്നില്ല. പിന്നീട് അസോസിയേഷൻ തിയേറ്റർ ഉടമകളുമായി കൂട്ടുചേർന്ന് ചിത്രം പ്രദർശിപ്പിക്കുന്നത് തടയാൻ ശ്രമിച്ചു. എന്നാൽ ഇവരുടെ ഭീഷണിക്ക് വഴങ്ങാതെ രഞ്ജിത്ത് ലീല ഇന്റർനെറ്റിൽ പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചു. ഇതോടെ തിയേറ്റർ ഉടമകൾ നിലപാട് മാറ്റി. ഒടുവിൽ സിനിമ തിയേറ്ററുകളിലെത്തി. ഇതിന്റെ സന്തോഷത്തിലാണ് സംവിധായകൻ രഞ്ജിത്ത്. റിപ്പോർട്ടർ, കൊച്ചി.